നമസ്കാരം. 1974 ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു. അന്ന് സിനിമാ ലോകത്തെ എല്ലാം വലിയ തോതിലുള്ളൊരു വിവാദങ്ങൾക്ക് വഴി തുറന്നൊരു ചിത്രമായിരുന്നു ഇത്. ആ ചിത്രം മറ്റൊന്നുമല്ല, ഹാജി മസ്താൻ എന്ന് പറയുന്ന മുംബൈ നഗരത്തെ കിടുകിട വിറപ്പിച്ച അധോലോക നായകനും അതുപോലെ തന്നെ കള്ളക്കടത്ത് രാജാവുമൊക്കെയായിരുന്ന ഒരു വലിയ ഗുണ്ട തലവൻ ആയിരുന്ന ഹാജി മസ്താൻ്റെ മുൻപിൽ ഒരു ചടങ്ങിൽ വെച്ച് അന്നത്തെ ഇന്ത്യൻ സിനിമയുടെ ചക്രവർത്തി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, ഇന്ത്യൻ സിനിമകളുടെ ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഷോമാൻ ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാവുന്ന സാക്ഷാൽ രാജ് കപൂർ ഹാജി മസ്താൻ്റെ കാല് തൊട്ട് വന്നിക്കുന്ന ഒരു ചിത്രമാണ് അന്ന് അച്ചടിച്ചു വന്നത്. അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം രാജ് കപൂർ ആരാണെന്ന്. അത് മേരാം ജോക്കർ എന്ന് പറയുന്ന സിനിമ മുതൽ ഇങ്ങ് ബോബി വരെയുള്ള ഒട്ടേറെ എണ്ണമറ്റ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ, ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വരുമാനം വാരിക്കൂട്ടിയിട്ടുള്ള ചിത്രങ്ങൾ എടുത്തിട്ടുള്ള, ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ഒരു ഒരു സിനിമാകാരൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സാക്ഷാൽ രാജ് കപൂർ എന്ന് പറയുന്നത്. ആ രാജ് കപൂർ ഇപ്രകാരം ഒരു കള്ളക്കടത്ത് രാജാവിൻ്റെ കാല് തൊട്ട് വന്നിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, വലിയ വിവാദം സൃഷ്ടിച്ചിട്ടുള്ളൊരു ചിത്രമാണ്. വേറൊരു കഥ കൂടി, ഒരു പശ്ചാത്തലം കൂടി അതിനെക്കുറിച്ച് ഉപശാലകളിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് മറ്റൊന്നുമല്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ച ഒരു പ്രധാന കാരണം കൂടിയായിരുന്നു ആ ചിത്രം എന്നും പറയാറുണ്ട്. അത് വാസ്തവമാണോ എന്താണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അത്രമേൽ ബോളിവുഡ് സിനിമാ രംഗത്ത് കള്ളക്കടത്ത് രാജാക്കന്മാരും അവരൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് ആ ചിത്രം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തരുന്നത്. അന്ന് അതുപോലെ തന്നെ ഹാജി മസ്താന് പുറമെ യൂസഫ് പട്ടേൽ, കരീംലാല, വരദരാജ മുതലിയാർ തുടങ്ങിയ ഒട്ടേറെ ഗ്യാങ് ലീഡർമാർ മുംബൈയിലുണ്ടായിരുന്നു. അവർ സിനിമയിൽ വലിയ തോതിൽ സ്വാധീനവും ചെലുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ഇന്ത്യൻ സിനിമ എപ്പോഴും ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെയും കള്ളക്കടത്ത് സംഘങ്ങളുടെയും അതുപോലെ മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പിടിയിലായിരുന്നു. പലപ്പോഴും പല പ്രധാന നടന്മാരൊക്കെ ആയുധങ്ങൾ കൈവശം വെച്ചതിനൊക്കെ, അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനൊക്കെ ജയിലിൽ കിടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ എപ്പോഴും ബോളിവുഡ്, ബോംബെ സിനിമാ ലോകം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ തമിഴ് സിനിമ എടുക്കുകയാണെങ്കിൽ തമിഴ് സിനിമ ഒരു കാലഘട്ടത്തിൽ നിയന്ത്രിച്ചിരുന്നത് എണ്ണച്ചെട്ടിയാർമാർ എന്ന് പറയുന്ന വലിയ പണച്ചാക്കുകളായിരുന്നു. അവരാണ് തമിഴ് സിനിമയിലെ അവസാന വാക്ക്. സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ പങ്കുവച്ചിരുന്നത് ഈ ചെട്ടിയാർമാർ എന്ന് പറയുന്ന വണിക്കുകൾ തന്നെയായിരുന്നു. ഇത് തന്നെ തെലുങ്ക് സിനിമാ ലോകത്തും അങ്ങനെയായിരുന്നു. പണച്ചാക്കുകൾ സിനിമയെ നിയന്ത്രിച്ചിരുന്ന 60കളും 70കളും 80കളും ഒക്കെ ഏകദേശം അങ്ങനെയായിരുന്നു. എന്നാൽ ഈ തരത്തിലുള്ള അധോലോകങ്ങൾ, അല്ലെങ്കിൽ പണച്ചാക്കുകൾ, സമ്പന്ന ശക്തികൾ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തായിരുന്ന സിനിമയായിരുന്നു മലയാള സിനിമയും അതുപോലെ തന്നെ ബംഗാളി സിനിമയും കന്നഡ സിനിമയും ഒക്കെ. അതുകൊണ്ടാണ് ഒരു സത്യജിത്രയും മൃണാൾ സെന്നെ പോലുള്ള പ്രഗത്ഭരായ സംവിധായകർ ബംഗാളിലും അതുപോലെ തന്നെ ഗിരീഷ് കാസറോളിനെ പോലെയും BV കാരന്തിനെ പോലെയുള്ള സംവിധായകർ കർണാടകത്തിലും അതുപോലെ ഇങ്ങ് കേരളത്തിൽ സമാന്തര സിനിമയിലെ മികച്ച സിനിമകൾ, ലോകോത്തരമായ സിനിമകൾ എടുക്കാൻ കഴിഞ്ഞെന്നൊക്കെ ഒരു പരിധിവരെ ഈ ഒരു ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങൾ കന്നഡ സിനിമയിലും മലയാള സിനിമയിലും ബംഗാളി സിനിമയിലും സ്വാധീനം ചെലുത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. അതുകൊണ്ട് ഇവിടെ നല്ല സിനിമയുണ്ടായി. അരവിന്ദനെ പോലെയും MT പോലെയും അടൂരിനെ പോലെയുള്ളവരുടെയൊക്കെ മികച്ച സിനിമകൾ, PA ബക്കറിനെ പോലെയും അതുപോലെ ഉള്ള ആളുകളുടെയൊക്കെ നല്ല നല്ല സിനിമകൾ ഒരു കാലഘട്ടത്തിൽ ഒരു പാരലൽ സിനിമ അല്ലെങ്കിൽ സമാന്തര സിനിമ എന്നുള്ള പേരിലൊക്കെ മലയാളത്തിൽ ഉണ്ടാവുകയുണ്ടായി. എന്നാൽ പോകെ പോകെ മലയാള സിനിമയ്ക്കും ഈ ഒരു ദുര്യോഗം വന്നു പിടിപെട്ടു. അക്കാലത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രമുഖമായ പല ബാനറുകളും മലയാളത്തിലുണ്ടായിരുന്നു. ഉദയം ഉണ്ടായിരുന്നു, മഞ്ഞിലാസ് ഉണ്ടായിരുന്നു, ജയമാരുതി പ്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ നല്ല സിനിമകൾ എടുക്കുക, കൊമേഴ്ഷ്യലായിട്ട് വിജയം കൈവരിക്കുന്ന സിനിമകൾ തന്നെയാണെങ്കിലും ഫാമിലികൾക്ക് കാണാവുന്ന മികച്ച സിനിമകൾ എടുക്കുന്ന
ഒരു ലെവലിലേക്കാണ് അവർ പോയിരുന്നത്. പക്ഷെ പിന്നീട് മലയാള സിനിമയിലും ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു പ്രവണത ഇത്തരത്തിലുള്ള വലിയ സമ്പന്ന ശക്തികൾ, പണച്ചാക്കുകൾ, മാഫിയ സംഘങ്ങളൊക്കെ പതുക്കെ മലയാള സിനിമയിലേക്ക് വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് മലയാള സിനിമ ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിലെ വിവാദങ്ങളിലേക്കൊക്കെ വീണിരിക്കുന്നത്. പിന്നീട് നമ്മൾ കണ്ട ഒരു കാര്യം, ഗൾഫ് മേഖലയിലെ വലിയ തോതിലുള്ള മലയാളികൾ അങ്ങോട്ട് ചെല്ലുകയും അവിടെ ഒക്കെയുള്ള ഒരു രീതിയിൽ വന്നപ്പോൾ ഗൾഫ് റൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ മലയാള സിനിമ പ്രദർശിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഗൾഫുമായി ബന്ധപ്പെട്ട ചില മാഫിയ സംഘങ്ങൾ, വലിയ സംഘങ്ങൾ, ഇറാനിലുള്ള വ്യവസായികളും അങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ടുള്ള ചില കൂട്ടുകെട്ട് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ തന്നെ മലയാള സിനിമയുടെ അപജയം തുടങ്ങുകയാണ്. അവിടെയെല്ലാം ഈ പറഞ്ഞ നല്ല കഥകളില്ലാതെ വരുന്നു, നല്ല സംവിധായകരില്ലാതെ വരുന്നു, നല്ല സിനിമകളില്ലാതെ വരുന്നു, നമുക്ക് ഫാമിലിയായിട്ട് പോയി കാണാൻ കഴിയുന്ന രീതിയിൽ സിനിമ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നീട് ഇതിൻ്റെ ക്ലച്ച് വല്ലാതെ സിനിമയെ മുറുക്കിപ്പിടിക്കുകയും സിനിമ ഇവരുടെ നിയന്ത്രണത്തിൽ, ഈ അധോലോകത്തിൻ്റെയും കള്ളപ്പണം വെളുപ്പിക്കുന്നവരുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും ഒക്കെ ഉള്ളൊരു നിയന്ത്രണത്തിലേക്ക് സിനിമ വല്ലാതെ പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. അവിടെയാണ് ഈ അരാജകത്വം ഉണ്ടാവുന്നത്, ഈ ആണധികാരം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ നീയൊന്നും സിനിമയിലുണ്ടാവില്ല, നിന്നെയൊന്നും വെച്ചു ഉറപ്പിക്കില്ല, നീയൊന്നും പിന്നീട് വളർന്നു വരില്ല എന്ന് മുഖത്ത് നോക്കി പറയുക, ആരെയും കയറി പിടിക്കുക, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു കലയാണെങ്കിലും അതൊരു വ്യവസായം കൂടിയാണ്. ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. അപ്പോൾ ആ ഇൻഡസ്ട്രിയുടേതായ ചില പ്രത്യേകതകളുണ്ടാവും, കലയ്ക്ക് കലയുടേതായ പ്രത്യേകതകളുണ്ടാവും. അപ്പോൾ 70-കളും 80-കളിലൊക്കെ ഈ രണ്ട് അതിർവരമ്പുകൾ ഭേദിക്കാതെ പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു വ്യവസായം എന്നുള്ള നിലയിലേക്ക് പൂർണ്ണമായും പരിണമിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ അതൊരു ഇൻഡസ്ട്രിയായി മാറുമ്പോൾ ആ ഇൻഡസ്ട്രിയുടേതായ പ്രത്യേകതയുണ്ടാവും, ആ ഇൻഡസ്ട്രിയിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടാവും, ലാഭത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായ ത്വരയുണ്ടാവും, പണം എങ്ങനെയും കുന്നുകൂട്ടണമെന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇതൊക്കെ വരുന്നത് കൊണ്ടുണ്ടാവുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്ക്, അതായത് 70-കളിലും 80-കളിലും എങ്ങനെയാണോ ഹിന്ദി സിനിമയും തമിഴ് സിനിമയും തെലുങ്ക് സിനിമയെയും പണച്ചാക്കുകൾ നിയന്ത്രിച്ചിരുന്നത്, ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മോളിവുഡും എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയത്. അതാണ് ഒരു പരിധിവരെ ഇന്നത്തെ നമ്മുടെ സിനിമയുടെ ദുര്യോഗത്തിൻ്റെ വലിയൊരു പരിധിവരെയുള്ള കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദുരവസ്ഥ തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു. ഇത്തരം ക്ലച്ചസിൽ നിന്ന് സിനിമ മോചിതമാവണം. സിനിമ ഒരു കല തന്നെയാണ്. പരിഷ്കൃത സമൂഹത്തിനെ മനസ്സിനെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തമായൊരു മീഡിയം എന്നുള്ള നിലയിലേക്ക് സിനിമ മാറണം. അവിടെ ഒരു ആണധികാരത്തിൻ്റെ ഇതുണ്ടാവരുത്, ജനാധിപത്യപരമായ മൂല്യങ്ങളുണ്ടാവണം, സ്ത്രീ സുരക്ഷയുണ്ടാകണം. ഇതെല്ലാം അവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു കാരവൺ, ഒരു 4-5 കാരവൺ സിനിമാ സെറ്റിലിടുമ്പോൾ ഈ ടോയ്ലറ്റ് സംവിധാനം പോലെ ഏർപ്പെടുത്താൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച കാര്യമാണോ? രാവിലെ 6 മണി മുതൽ രാത്രി 2 മണി വരെ മൂത്രമൊഴിക്കാൻ കഴിയാതെ ചില സപ്പോർട്ടിംഗ് താരങ്ങളൊക്കെ നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയായൊരു പ്രവണതയാണോ? അപ്പോൾ ഇതെല്ലാം ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യവൽക്കരണം സിനിമയിൽ ആവശ്യമാണ്. ആരും അവിടെ അധികാരം ചെലുത്തി ആരുടെയും സ്വപ്നങ്ങൾ കരിച്ചു കളയുന്ന സ്ഥിതിയിലേക്ക്, സിനിമയിലേക്ക് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കണം, ലോകം കാണണം, എന്നെ കാണണം, എൻ്റെ കഴിവുകൾ പ്രകാശിപ്പിക്കാൻ എനിക്ക് കഴിയണം എന്ന ആഗ്രഹത്തോട് വരുന്നവരെ, അവരുടെ സ്വപ്നങ്ങളെ നീ എനിക്ക് കിടന്നു തന്നില്ലെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങൾ കരിച്ചു കളയുമെന്നുള്ള പറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കൊന്നും പോകാൻ പരിഷ്കൃത സമൂഹത്തിന് അനുവദിക്കാൻ കഴിയില്ല. ആ മാഫിയകളെ തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. ആ 70-കളിലും 80-കളിലും കണ്ട കള്ളക്കടത്ത് രാജാക്കന്മാർ നിയന്ത്രിച്ചിരിക്കുന്ന സിനിമ എന്നുള്ള, ഇന്നിപ്പോൾ ഹിന്ദി സിനിമ നമുക്കറിയാം, ഹിന്ദി സിനിമ എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലാത്ത സ്ഥിതിയിലേക്ക്, ആരും ശ്രദ്ധിക്കാത്ത നിലയിലേക്ക് പോലും ഈ ബോളിവുഡ് എന്ന് പറയുന്ന സ്ഥിതി ഒരു കാര്യം മാറിയിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ സിനിമയുടെ ജനാധിപത്യവൽക്കരണം, ശാക്തീകരണം, സ്ത്രീ സുരക്ഷ, ഇത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുന്ന നിലയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. നമുക്കതിനു മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും
തദനുസൃതമായി ഉണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ തീർച്ചയായിട്ടും പോസിറ്റീവായ ഒരു മാറ്റത്തിലേക്ക് നയിക്കും എന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം.